എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശം നയന ഇങ്ങനെ വരുന്ന കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടുന്ന് അങ്ങ് മാറി നിൽക്കുവാണ് ആനി. ഇത് കണ്ടുകൊണ്ട് ASI പറയുന്നുണ്ട് കോൺസ്റ്റബിളിനോട്, കണ്ടോ ഏട്ടനും ഏട്ടത്തിയും വരുന്ന കണ്ടപ്പോൾ ഒളിച്ച് നിൽക്കുന്നത് കണ്ടോ? ഞാനതാ പറഞ്ഞത്, ഈ കൈ ഇവരുടെയൊക്കെ കൈ എന്തോ കള്ളത്തരമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനി നമ്മളായിട്ട് പറയാൻ നിൽക്കണ്ട എന്നും പറയുന്നുണ്ട്. എന്തായാലും ആദർശം വന്നിട്ട് അകത്തുണ്ടോ നിങ്ങളുടെ സാറെന്ന് ചോദിക്കുമ്പോൾ ആ മേഡം അകത്തുണ്ട് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, കയറ്റി വിടാം, പക്ഷേ മറ്റു ചിലരുടെ കാര്യം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നയന വയ്ക്കും, ഈ മറ്റു ചിലർ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ആരെയാ, അങ്ങനെ ആരാ ഇവിടെ വരാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളാകുമ്പം കുഴപ്പമില്ല, വേറെ വിസിറ്റേഴ്സിൻ്റെ കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറയും. അന്നേരം ആദർശ് എടുത്തു ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ അനിയൻ ഇങ്ങോട്ട് വരാറുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അങ്ങേരെ ഇല്ല ഇങ്ങോട്ട് വരാറൊന്നുമില്ല, അതെന്താ ചോദിച്ചതെന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോവാണ്. അവരകത്തേക്ക് പോയി കഴിയുന്നത് അനി വണ്ടി എടുത്ത് പെട്ടെന്ന് പോകുന്നുണ്ട്. അന്നേരം ആ ASI പറയുന്നുണ്ട്, ഇതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ രണ്ടുപേരുടെ മനസ്സിൽ ഇപ്പോഴും അടുപ്പമുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവരിങ്ങനെ ഒളിച്ചു കളിക്കുന്നത് എന്ന് പറയുന്നു. ഏതായാലും അകത്തേക്ക് ആദർശം നയനയുടെ കയ്യിൽ ചെല്ലുന്നു. എന്നിട്ട് കുറച്ച് കുശലമൊക്കെ ചോദിച്ചതിന് ശേഷം നയന ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ, നീ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, ഡേവിഡിൻ്റെ വേരുകൾ തപ്പി ഞാൻ പോയിരുന്നു. ഡേവിഡിന് സ്വർണ്ണ വ്യാപാരമായിട്ട് യാതൊരു ബന്ധമില്ല, അവർ പാരമ്പര്യമായിട്ട് പോലും ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്തിട്ടില്ല. അവരുടെ കുടുംബം ചെയ്തുകൊണ്ടിരുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്, ഇപ്പോഴും അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അവർക്കുണ്ട്. അതല്ലാതെ വേറെ ഒരു സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് യാതൊരു പാരമ്പര്യം ഇല്ലാത്ത ആളാണ് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എങ്കിൽ ഇയാളെ ബിനാമിയാക്കി ആരോ വെച്ചേക്കുന്നതാണ്, അത് നമുക്ക് ഉറപ്പിക്കാം എന്ന് പറയുന്നു. പിന്നെ അബി അന്ന് സ്വർണം വിറ്റായിരുന്നല്ലോ, അന്ന് അതിൻ്റെ ഇടനിലക്കാരനായി നിന്ന ആളെ നന്ദു അറസ്റ്റ് ചെയ്തു. അപ്പോൾ അയാളോട് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അയാളോട് പോയി സംസാരിക്കുന്നുണ്ട്. അന്നേരം അങ്ങേര് പറയുന്നത്, കപ്പലിൽ സ്വർണം വന്നു എന്നല്ലാണ്ട് വേറെ ഒരു ഡീറ്റെയിൽസ് ഇയാൾക്ക് അറിയില്ല, അത് ആരാണ് കൊണ്ടുവരുന്നത് എന്ന് പോലും അറിയില്ല. സ്വർണം വരും, അവിടുന്ന് അത് എടുത്തുകൊണ്ട് വരും, പിന്നെ അബിയെ കൂട്ടി അത് മൂർത്തി ജ്വല്ലറിയുടെ ലേബലിൽ അവർ വിൽക്കാൻ ശ്രമിച്ചു, അത്രേ ഇയാൾക്ക് അറിയുള്ളൂ, ബാക്കിയൊന്നും അറിയത്തില്ല. പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് സ്വർണം വരുന്നതെന്ന് അറിയാം, വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇയാൾക്ക് അറിയില്ല, അങ്ങനെ അറിയിക്കുകയില്ല മുകളിലുള്ളവർ ആ രീതിയിലെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, കാരണം രഹസ്യങ്ങളൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അങ്ങേര് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇത്രേ അറിയത്തുള്ളൂ, ഇനി എന്നെ ഇവിടെ പിടിച്ചു വെച്ചാലും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, നിന്നെ ഇവിടെ പിടിച്ചു വെക്കണോ അതോ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, മര്യാദയ്ക്ക് നിൽക്കട എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇത്രയൊക്കെ അറിഞ്ഞതിന് ശേഷം ആദർശ് നയനയും കൂടെ ഇറങ്ങി പോരുന്നു, കൂടെ നന്ദുണ്ട്. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, ഇന്നലെ നിൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നോ, ആഘോഷമൊന്നും ഇല്ലായിരുന്നോ എന്ന്. അന്നേരം നന്ദു പറയും, ഇല്ല, ഏട്ടനും ഏട്ടത്തി ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അത് ചെയ്തില്ല എന്ന് പറയുമ്പം, ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ ആഘോഷം ഒന്ന് മാറ്റി വെക്കേണ്ടായിരുന്നു, ഒരു കേക്കൊക്കെ മുറിക്കായിരുന്നു, പിന്നെ ഇന്നലെ തറവാട്ടിലും ഒരു കേക്ക് മുറിയൊക്കെ നടക്കേണ്ടതായിരുന്നു, അതും നടന്നില്ല, അവർ കേക്കൊന്നും മുറിച്ചില്ല, പുറത്തു പോയി ഭക്ഷണം കഴിച്ചു. ഞാൻ പറഞ്ഞത് ഇളയച്ചൻ്റെ ഇളയമ്മയുടെയും കാര്യമാണ്, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ, അവർ കേക്ക് മുറിച്ചില്ല, പിന്നെ ഇളയമ്മയുടെ നിർബന്ധം കാരണം പുറത്തു പോയി, അവർ 3 പേരൂടെ ഭക്ഷണം കഴിച്ചു എന്നാണ് കേട്ടത് എന്നൊക്കെ പറയും. എന്നിട്ട് നന്ദുവിനൊരു ഗിഫ്റ്റും കൊടുത്തിട്ടാണ് പോകുന്നത്, എന്തോ സ്വർണ്ണത്തിൻ്റെ എന്തോ ഓർണമെൻറ്റ്സൊക്കെയാണ്. അന്നേരം നന്ദു ചോദിക്കും, എന്തിനാണ് എനിക്ക് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനമൊക്കെ തന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിനക്കായിട്ട് ഞങ്ങൾ ഇതുവരെ ഒന്നും തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്, ഏതായാലും ഇരിക്കട്ടെ എന്ന് പറയും. എന്നിട്ട് നയന അന്നേരം ചോദിക്കുന്നുണ്ട്, അതെ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, അനി ഇങ്ങോട്ടെങ്ങാനും വരാറുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ, അത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല, പിന്നെ ഈ ഇളയമ്മയ്ക്ക് ഇന്നലെ അവൻ എന്തോ വില കൂടിയ ഗിഫ്റ്റ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അവിടുന്ന് പോകുന്നത്. ഇവർ പോയി കഴിയുമ്പോൾ നന്ദുവിനൊരു സംശയം, ഇനി അതുകൊണ്ടാണോ അനി വരാതിരുന്നേ എന്ന്. ഏതായാലും അകത്ത് ചെല്ലുമ്പോൾ കറക്റ്റ് അനി നന്ദുവിന് ഒരു വോയിസ് അയക്കുന്നുണ്ട്, ഇത് നേരത്തെ അയച്ചായിരുന്നേ പ്രശ്നമില്ലായിരുന്നേ, അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നന്ദു അനിയോട് പറഞ്ഞ പോലെ തന്നെ, എടി നിനക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് മേടിച്ചു, അങ്ങോട്ട് വരാൻ തുടങ്ങുന്ന സമയത്ത് അമ്മ വന്ന് ആ ഗിഫ്റ്റ് കണ്ടു, അമ്മയ്ക്കുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്മ അത് മേടിച്ചു, അത് കഴിഞ്ഞ് പുറത്ത് പോയി ഫുഡ് കഴിക്കേണ്ടി വന്നു, ആ സമയത്ത് നിന്നെ വിളിച്ചപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് കുറേ ഒരു വിശദീകരണം. അത് കേട്ട് കഴിയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാകുന്നു നന്ദുവിന്. അതുപോലെ അമ്മ എടുത്തുകൊണ്ട് പോയാലും ഞാൻ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്ത ആ മാലയുടെ ഫോട്ടോ ഞാൻ നിനക്ക് അയക്കാം, അങ്ങനെയെങ്കിലും നിനക്കതൊന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് അതിൻ്റെ ഫോട്ടോയും അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നന്ദുവിന് ആകെ വിഷമമാണ്. അന്നേരം വിളിക്കും അനിയെ, എന്നിട്ട് പറയും, എടാ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആകെ വിഷമമായി, എനിക്ക് നിന്നെ കാണാൻ തോന്നുവാണ് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയാവോ, ഇന്നലെ നിന്നെ കഷ്ടപ്പെടുത്തിയല്ലോ, അല്ലെങ്കിൽ നിൻ്റെ അടുത്തോട്ട് എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് ആകെ വിഷമായിരുന്നു എന്നൊക്കെ പറയും. അതൊന്നും സാരമില്ല, നീ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ഞാൻ ഈ പുറത്ത് തന്നെയുണ്ട്, ഏട്ടനും ഏട്ടത്തെയും പോകുന്ന ഞാൻ കണ്ടു, അവർ പോയിട്ട് വരാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറയും. ഏതായാലും അനി തിരിച്ചു വരുവാണേ.
തിരിച്ച് വരുമ്പോൾ വീണ്ടും ആ ASA കാണും. അന്നേരം അനി പറയുന്നുണ്ട്, അതെ ഞാൻ പിന്നെയും വന്നത് നിങ്ങളുടെ മേഡം എന്നോട് അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ എന്നാൽ പോയി ചോദിച്ചിട്ട് വരാൻ പറയും. അന്നേരം അങ്ങേര് പറയും, അത്രയും വിശ്വാസത്തോടു കൂടി പറയുന്ന സ്ഥിതിക്ക് പറഞ്ഞു കാണുമായിരിക്കും, പൊയ്ക്കോളാൻ പറയുന്നു. അങ്ങനെ അനി അകത്തോട്ട് കയറി ചെല്ലുന്നു. അകത്ത് കയറി ചെന്ന് നന്ദുവിനെ കാണുന്നത് ഭയങ്കര സന്തോഷം, ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങുവാണ്. അന്നേരം നന്ദു പറയും, നീ എന്താ ഈ കാണിക്കുന്നത്, നിനക്ക് സ്ഥലകാലബോധമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, ആ ബോധം നിനക്കാണ് വേണ്ടത്, ഇത് എൻ്റെ ഓഫീസൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് നേരം സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അനി ചോദിക്കും, നെവിൻ തന്ന ആ മോതിരം തരുമെന്ന് കാണിച്ചതെന്ന് പറയും. അത് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് എനിക്ക്, അത് കയ്യിൽ കിടക്കുവാണല്ലോ. അന്നേരം അവൻ എന്തിനിങ്ങനെ നിൻ്റെ പുറകെ നടക്കുന്നത്, ഇനി നിന്നോട് അവൻ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ലെന്നേ, നവീനേട്ടൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേ, അതുപോലെ ഞാനും അങ്ങോട്ട് ഓരോ സഹായമൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഗിഫ്റ്റ് തന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അവർ മൂന്നാമത് പ്ലാൻ ചെയ്യുവാണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ. അത് ഡിന്നറാട്ടോ, ഇന്ന് വൈകിട്ട് കാണാം. ഇന്ന് ഇവർ ആ പറഞ്ഞ സ്പോട്ടിൽ തന്നെയാണ് ഈ മൂന്നാമത്തെ തവണയും പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അന്നേരം വൈകിട്ട് അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നു. പോകാൻ തുടങ്ങുന്ന അനി ഒന്നുകൂടെ തിരിച്ച് വന്നിട്ട് നന്ദുവിനെ ഒന്ന് ഹഗ് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു ചെറിയ സമാധാനം. ഏതായാലും അനി അങ്ങ് പോയി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നന്ദുവിനെ. പിന്നെ കാണിക്കുന്നത് നവീൻ്റെ മുത്തശ്ശനെയാണ്. നവീൻ്റെ മുത്തശ്ശൻ മൂർത്തി മുത്തശ്ശനെ വിളിക്കുന്നു. എന്നിട്ട് അവന്തികയും നവീനും തമ്മിലുള്ള വിവാഹത്തെപ്പറ്റി ചോദിക്കുന്നു. അന്നേരം മുത്തശ്ശനും ഭയങ്കര സമ്മതമായി, മൂർത്തി മുത്തശ്ശനും സമ്മതമായി. അങ്ങനെ ഒരു ബന്ധം നമ്മുടെ കുടുംബം തമ്മിലുള്ളത് നല്ലതാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം നവീൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നാളെ ഞങ്ങൾ 3 പേരൂടെ അങ്ങോട്ട് വന്നേക്കാം, ഞാനും നവീനും നവീൻ്റെ അമ്മയും കൂടെ അങ്ങോട്ട് വന്നേക്കാം. അവനോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, പെണ്ണ് കാണാനാന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല ചിലപ്പം, അതുകൊണ്ട് അവിടെ വന്നിട്ട് പറയാം, ഞങ്ങൾ നാളെ രാവിലെ എത്തിയേക്കാം എന്ന് പറയുന്നു. ആയിക്കോട്ടെ എന്ന് മൂർത്തി മുത്തശ്ശനും പറയുന്നു. അത് കഴിഞ്ഞ് നവീൻ്റെ മുത്തശ്ശൻ അടുത്ത് പോയിട്ട് നവീനോട് പറയുന്നുണ്ട്, എടാ നാളെ നമുക്ക് 3 പേർ കൂടെ ഒരുമിച്ചൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന്. അന്നേരം എവിടേക്കാണ് എന്ന് ചോദിക്കുമ്പോൾ അത് നീ അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതി എന്ന് പറയും. അമ്പലത്തിലേക്കാണോ, ആണെങ്കിൽ അത് പറഞ്ഞെന്ന് ഓർത്താൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പം, എടാ നിന്നെ ഞങ്ങൾ കുഴപ്പത്തിലൊക്കെ ഒന്നും കൊണ്ടുപോകില്ല എന്ന് ഉറപ്പല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ ആകുന്നത് എന്ന് ചോദിക്കും. അന്നേരം നവീൻ പറയുന്നുണ്ട്, അമ്മ കുറേ പെൺകുട്ടികളെ നോക്കുന്നുണ്ട്, റിലേറ്റീവ്സിനെയും അല്ലാതെയും ഒക്കെ തപ്പിക്കൊണ്ട് നടക്കുവാണ്. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും പെണ്ണുകാണൽ പരിപാടിയാണെങ്കിൽ അമ്മയ്ക്ക് കുറേ ഇഷ്ടങ്ങളുണ്ട്, എനിക്കും കുറേ ഇഷ്ടങ്ങളുണ്ട്, അത് രണ്ടും ഒത്തുവരുന്ന ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ, അല്ലാതെ എന്നെ നിർബന്ധിക്കാനൊന്നും നിന്നേക്കരുത് എന്ന് പറയുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ, ഇല്ലല്ലോ എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. ഏതായാലും അങ്ങനെ അവന്തികയെ പെണ്ണ് കാണാൻ പോകാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ മാളവികയെ കാണിക്കുന്നുണ്ട്. മാളവിക ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട്, ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഡേവിഡ് ഒന്നും വിട്ടു പറയുന്നില്ല. പിന്നെ അങ്ങേര് ഒരു പൊട്ടന, അല്ലെങ്കിൽ ഈ ഡിസൈനെക്കുറിച്ച് ഒന്നും അറിയാതെ വരികയല്ലോ, അതുകൊണ്ട് ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും ഡീൽ ചെയ്യുന്നതൊന്നും അയാളല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അന്നേരം ആദർശം പറയുന്നുണ്ട്, അത് അയാൾക്ക് പിന്നിൽ വേറൊരാളുണ്ട്, അത് ആ ആളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് പറയുമ്പോൾ അതിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഡിസൈൻസൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അതൊരു സമാധാനമാണ് എന്നൊക്കെ പറയും. എന്നാൽ പറ്റുന്നവരെ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആദർശ് ഫോം വയ്ക്കുന്നു. ഫോം വെച്ചിട്ട് നയനെ അങ്ങോട്ട് വരുമ്പോൾ നയനോട് ഈ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, നിൻ്റെ ഡിസൈൻസൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടും ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ആളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത്തിരി വിഷമത്തോടെ ഇരിക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.